പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ മോർണിംഗ് റേമയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ദൂത് ഞാൻ കൈമാറി വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ആമേൻ സ്തോത്രം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അമരത്ത് തലവെച്ചുറങ്ങുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു. ആമേൻ സ്തോത്രം. പടക് തകർന്നു പോകുമാറ് പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ തിരമാലകൾ അന്ന് വരെ ശിഷ്യന്മാർ കണ്ടിട്ടില്ലാത്ത രീതിയിൽ തിരമാലകൾ അവരുടെ പടകിനെ തകർത്ത് കളയുമെന്നുള്ള രീതിയിൽ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചപ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചതെങ്ങനെയാണ്? അല്ലയോ കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് ആമേൻ സ്തോത്രം ആ കാറ്റിനെയും കടലിനെയും ആ തിരമാലകളെയും അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളെയും യേശു ക്രിസ്തു ശാസിക്കുവാനിടയായി. പറഞ്ഞത് ഇങ്ങനെയാണ്: അടങ്ങുക, അനങ്ങാതിരിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, നിങ്ങൾ അനുഭവപ്പെടുന്ന പ്രതികൂലങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിശാചായവൻ ഒന്നിനു പുറകാലെ ഒന്നായി കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ സ്വത്രം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളാലും പ്രശ്നങ്ങളാലും ഒരിക്കലും സ്വത്രം ഒരു സ്ഥിരതയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു അനുഭവം ഹല്ലേലൂയ നിങ്ങളെ തകർത്തു കളയുമെന്ന്, നിങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുമെന്ന്, നിങ്ങളുടെ തലമുറകളെ മുടിച്ചു കളയുമെന്ന് സ്വത്രം നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾ പച്ച പിടിക്കത്തില്ലെന്ന് പറയുന്ന നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഞെരുങ്ങുന്ന സകല വിഷയങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാൻ പോവുകയാണ്: അടങ്ങുക, അനങ്ങാതിരിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ചില വിഷയങ്ങളെ നോക്കി സ്വത്രം നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി, നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി സ്വത്രം നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാത്ത സാഹചര്യത്തിനകത്ത് ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ നോക്കി ചിലതിനെ ശാസിക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം ഇന്ന് ചിലതിനെ നോക്കി ശാസിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകളെ ചൊല്ലിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നിലവിളിക്കുന്നത് ഒരു ഭവനമില്ലെന്നുള്ള വ്യാകുലത കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് കടബാധ്യതകളായിരിക്കാം. തലമുറകളുടെ വിവാഹ കാര്യങ്ങളിലായിരിക്കാം, ജോലി കാര്യങ്ങളിലായിരിക്കാം. എന്തു തന്നെ വിഷയങ്ങളായാലും ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ഈ തിരമാല ഞങ്ങളെ ഈ കടലിൻ്റെ തിരമാല ഞങ്ങളെ ഇവിടെ നശിപ്പിച്ചു കളയുമെന്നുള്ള ചിന്ത കൊണ്ട് നിങ്ങൾ ദൈവസന്നിധി നിലവിളിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം അതിശക്തമായി വെളിപ്പെടുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ തളർന്നു പോകരുത്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ വീണു പോകരുത്. ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകരുത്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിക്കുവാൻ തയ്യാറാണോ? ദൈവം ചിലതിനെ നോക്കി ശാസിക്കുവാൻ പോവുകയാണ്. ചില സ്വതന്ത്രം പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടങ്ങുവാൻ പോവുകയാണ്. ചില പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ട് മാറുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദേശാധിപതി ശക്തികൾ നിങ്ങളെ സ്തോത്ര മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളെ നോക്കി ആ പ്രശ്നങ്ങളെ നോക്കി ശാസിക്കുവാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഈ നല്ല സമയത്തെ ഓർത്ത് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ
കടന്നു പോകുന്ന അനേകം വിഷയങ്ങളുണ്ട്, അനേകം പ്രതികൂലങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവമേ അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി ശാസിക്കണമേ. അമൻ ഈ ദിവസങ്ങളിൽ ഒരു സ്വസ്ഥതയുള്ള ജീവിതം അമൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അമൻ ഈ വചനത്തിൽ നിന്ന് കേട്ട സകലരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം. സകലരുടെയും ജീവിതത്തിനകത്ത് പുതിയ വഴികളെ ദൈവം തുറക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.